ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറെ തിരക്കുള്ള ഒരു വാർത്താദിനം കൂടിയാണ്. പ്രത്യേകിച്ച് വി ഡി സതീശനെതിരെ CBI അന്വേഷണം വേണമോ എന്നതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒപ്പം രാജിവെക്കാൻ ആന്റണി രാജുവിന്റെ നീക്കവും. ഗുഡ് മോർണിംഗ് പ്രവിത. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിർണായക ദിവസം തന്നെയാണ് ഇന്ന് ഒരുപക്ഷെ സർക്കാർ തലത്തിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള കാര്യം വി ഡി സതീശനെതിരെയുള്ള ഈ അന്വേഷണം അത് CBIക്ക് വിടണമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നു. അത് മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഏറ്റവും നിർണായകം. മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വിജിലൻസിന്റെ ശുപാർശ CBI അന്വേഷണത്തിന് വേണ്ടി കൈമാറാൻ കഴിയും. ഒപ്പം ഈ വിജിലൻസിന്റെ ശുപാർശയിൽ തന്നെ മറ്റൊരു വശമുണ്ട്. അതായത് വിദേശ യാത്ര നടത്താൻ സ്പീക്കറുടെ അനുമതി ലഭിച്ചെങ്കിലും വിദേശയാത്ര നടത്തി അവിടെ നിന്ന് പണപ്പിരിവ് നടത്തി, അതുകൊണ്ട് തന്നെ നിയമസഭാ സാമാജികൻ എന്ന നിലയിലുള്ള ചട്ടങ്ങൾക്ക് ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പീക്കർക്ക് വേണമെങ്കിൽ നടപടിയെടുക്കാമെന്നുള്ള ഒരു ശുപാർശയുമുണ്ട്. സ്വാഭാവികമായി സ്പീക്കറുടെ ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളതും ഇന്ന് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തിരുവനന്തപുരം MLA കൂടിയായ ആന്റണി രാജുവിനെതിരെയുള്ള കേസിൽ വിധി വന്ന സാഹചര്യത്തിൽ വിധി വന്നപ്പോൾ തന്നെ അദ്ദേഹം MLA എന്ന സ്ഥാനത്ത് നിന്ന് അയോഗ്യനായി കഴിഞ്ഞു. പക്ഷേ വിധിയുടെ പകർപ്പ് ഇപ്പോഴും നിയമസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടില്ല. സ്വാഭാവികമായി നിയമസഭാ സെക്രട്ടറി കൈമാറുന്നതിന് അനുസരിച്ചായിരിക്കും ഈ അയോഗ്യത കാണിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് മുന്നോടി തന്നെ രാജിവെക്കാനുള്ള ആലോചന ആന്റണി രാജു നടത്തുന്നുണ്ട്. പക്ഷേ രാജിവെച്ചാൽ അത് എത്രത്തോളം നിയമസാധുതയുണ്ട്? കാരണം വിധി വന്നു കഴിഞ്ഞാൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ച് വിധി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹം ആരാണോ MLA ആ MLA അയോഗ്യനാക്കി കഴിഞ്ഞു എന്നുള്ള ഒരു വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. എന്തായാലും അതിന് മുന്നോടിയായി തന്നെ രാജിവെക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. എന്തായാലും അതും നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ രാജിവെക്കുന്നത്. അതേസമയം അപ്പീൽ നൽകാനുള്ള ആലോചന അത് ഇന്ന് തന്നെ ഒരുപക്ഷെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ഇന്നു മുതൽ 3 ദിവസമാണ്, ബുധനാഴ്ച വരെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ നടക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെങ്കിലും അംഗമാകണമെന്നുള്ള ശുപാർശയുണ്ട്. സ്വാഭാവികമായി ഒരു സ്ഥാനം വനിതകൾക്ക്, എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഒരു സ്ഥാനം വനിതകൾക്ക് സംവരണം ചെയ്യണം എന്നുള്ളൊരു ആവശ്യവുമുണ്ട്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം ഇന്ന് നടന്നു തുടങ്ങും. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും 4 വിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ 6 കോർപ്പറേഷനുകളിൽ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. അതിനുശേഷം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. പ്രവിത, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.